നോവൽ വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുരിശി എന്ന നോവലിൻ്റെ 12ാമത് അധ്യായം ഇപ്പോൾ കേൾക്കാം. നോവൽ ഒറ്റമുരിശി, രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്. അധ്യായം 12. പുറത്ത് വെയിലാറിയിരിക്കുന്നു. മുരളിക്ക് ആശ്വാസം തോന്നി. കാളനെയും കൈമയെയും സമ്മതിക്കുക തന്നെ വേണം, ആത്മാർത്ഥതയുള്ളവർ. മൊയ്തീൻ പറഞ്ഞ വാക്ക് പാലിച്ചു. എല്ലാവിധ സഹായങ്ങളും അവർ ചെയ്തു തന്നു. അടിയന്മാർ ജയിച്ചു. കൂലിയും തൊഴിൽ സമയവും നിജപ്പെടുത്താൻ കഴിയുക, പണിയന്മാർ അടിമകളല്ലെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുക, അതൊരു വലിയ വിജയമാണ്. അടിയാത്തിയും മണ്ണും അവൻ്റേതാണ്, അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോഡ്ജ് മുറിയിൽ മുരളി നീണ്ടു നിവർന്ന് കിടന്നു. സമയം 5 4 എത്താമെന്നല്ലേ വിജയൻ ഫോണിലൂടെ പറഞ്ഞത്? കൃത്യനിഷ്ഠയും അവന് നഷ്ടപ്പെട്ട് കാണും. സമരം ഇനിയും വ്യാപിച്ചേ തീരൂ. തിരുനെല്ലിയിലും അട്ടപ്പാടിയിലും അവരുടെ അവസ്ഥ ഇതിനേക്കാൾ കഷ്ടമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ തീരൂ. പക്ഷേ തനിക്കൊരാൾക്ക് എത്രമാത്രം ചെയ്യാനാവും? ആരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നെങ്കിൽ, അതും മനസ്സിനിണങ്ങിയ രൂപത്തിൽ. അതുതന്നെയാണ് യാത്രയുടെ ഉദ്ദേശവും. പക്ഷേ എന്തുകൊണ്ട് യജമാനനെ പോലെ സംഘടന മാറുന്നു? യജമാനനില്ലെങ്കിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നെല്ലാവരും. വനജയിലും സുൽഫത്തിലുമൊക്കെ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ഫെഡറേഷൻ പ്രവർത്തനങ്ങളിൽ അവരുടെ പങ്ക് ആർക്കെങ്കിലും നിഷേധിക്കാനാവുമോ? ഇന്നും നന്നായി ഓർക്കുന്നു ആ പഴയ കാലം. എന്നും വെള്ളയിൽ പൊതിഞ്ഞു വരുന്ന വനജ ക്യാമ്പസുകളിലൊരു ആവേശമായി മാറുകയായിരുന്നു. മനസ്സിൽ പതിയുന്ന സംഭാഷണ ശൈലി. ആരോടൊക്കെ ഇടപഴകുന്നുവോ അവരുടെയൊക്കെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നവൾ. ഒരിക്കൽ പ്രശാന്തനാണ് പറഞ്ഞത്, മുരളിക്കറിയോ, എനിക്കിതുവരെ ആരോടും ഒരടുപ്പം തോന്നിയിട്ടില്ല. പക്ഷേ വനജ സഖാവിനോട് എന്തോ ഒരു പ്രത്യേക അടുപ്പം തോന്നുന്നു. തനിക്കോ? സ്വയം ആലോചിച്ചു നോക്കി. എന്നും നിഴൽ പോലെ വനജ ഒപ്പമുണ്ടായിരുന്നു. ക്യാമ്പസുകളിൽ, ക്യാൻറ്റീനിൽ, ലൈബ്രറിയിൽ, ജാഥയിൽ, സമ്മേളന നഗരിയിൽ, അതിലപ്പുറം ചേരികളിൽ, കുടുംബികളിൽ. പലപ്പോഴും സതിയേച്ചിയുമൊത്ത് വനജ വന്നിട്ടുണ്ട്. കൽക്കത്തയിൽ വെച്ച് നടന്ന ഫെഡറേഷൻ ദേശീയ സമ്മേളനത്തിലും വനജ ഒപ്പമുണ്ടായിരുന്നു. വനജയുടെ അച്ഛൻ ആദ്യം കൂടെ വരുമെന്നാണ് പറഞ്ഞതെങ്കിലും അവസാന നിമിഷം അദ്ദേഹം പിന്മാറി. തന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചു. അച്ഛനും മകളും തനിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് ആദ്യമായാണ് പോകുന്നത്. മാവിലകൾ വീണുകിടന്ന വീട്ടിലേക്കുള്ള വഴി. കരിയിലകൾ ചവിട്ടി നടക്കുന്നതിനിടയിൽ വനജയോട് ആരാഞ്ഞു, തനിക്കിതൊന്ന് അടിച്ചു വാരിക്കൂടെ? സഖാവി ഷർട്ടിട്ടിട്ട് എത്ര നാളായി? ഒന്ന് വൃത്തിയായി നടന്നുകൂടെ? ഷർട്ട് മാറാഞ്ഞത് മനഃപൂർവ്വമല്ല, പകരമിടാൻ മറ്റൊന്ന് കൈവശമില്ലാത്തത് കൊണ്ടാണ്. അതവളോട് പറഞ്ഞില്ല. മുറ്റത്തെ മാവിൻ ചോട്ടിൽ വനജയുടെ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. ഇരിക്കൂ. മോള് പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ വന്നപ്പോൾ 1-2 വട്ടം കണ്ടിട്ടുണ്ട്. മറ്റന്നാളല്ലേ കൽക്കത്തയ്ക്കുള്ള യാത്ര? അതെ. എനിക്ക് ദൂരയാത്ര പറ്റില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുരളി കൂടെ ഉണ്ടാവുമല്ലോ, അത് മതി. ഓള് കേരളത്തിന് പുറത്ത് പോണത് ഇതാദ്യമാണ്. ഒരു ശ്രദ്ധ വേണം. വനജ കൊണ്ടുവന്ന് കാപ്പി കുടിച്ചിരുന്നു. പടിഞ്ഞാറ് സന്ധ്യയുടെ ചുവപ്പ്. മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ എഴുന്നേറ്റു. മുരളി ഇന്ന് പോകരുത്. ആദ്യമായി വന്നതല്ലേ. ഞങ്ങളോടൊത്ത് ഇന്ന് ഇവിടെ കൂടാം. ഏറെ പറഞ്ഞു നോക്കിയെങ്കിലും പോകുവാൻ അനുവദിച്ചില്ല അച്ഛനും മകളും. രാത്രി വൈകുവോളം അച്ഛൻ്റെ പട്ടാളക്കഥകൾ കേട്ടിരുന്നു. മുന്നിലെ ഗ്ലാസ്സിൽ മദ്യം നുരഞ്ഞു പൊങ്ങി. വനജ അടുക്കളയിലാണ്. കഴിക്കണോ? ഇല്ല, ഞാൻ കഴിക്കാറില്ല. എനിക്കിതൊരു ശീലമാണ്. പട്ടാളത്തിൽ നിന്നും കിട്ടിയ ആകെയുള്ള ശീലം. വറുത്ത അണ്ടിപ്പരിപ്പുകൾ ഓരോന്നായി എടുത്ത് കുറിച്ചു കൊണ്ടിരുന്നപ്പോൾ ക്യാപ്റ്റൻ ചോദിച്ചു, നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ മുരളിയെ? അവസാനം നിരാശയാവരുത് ഫലം. ക്യാപ്റ്റൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ. ഇത് കഴിക്കൂ. ഗ്ലാസ്സിൽ നുരഞ്ഞു പൊങ്ങുന്ന ദ്രാവകം. കഴിച്ചോളൂ, ഭക്ഷണത്തിന് മുമ്പ് ഒരെണ്ണമാവാം. വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഒറ്റ വലിക്കകത്താക്കി. പണ്ട് വയറുവേദന വരുമ്പോൾ അമ്മ തരാറുള്ള മാങ്ങാ ചാരായത്തിൻ്റെ ചവർപ്പ്. ഇല്ല, ഓളറിയില്ല. പാചകത്തിൻ്റെ തിരക്കിലാ ഓള്. മുരളി വന്നതല്ലേ കോഴിക്കറി ഉണ്ടാക്കുക ഓള്. പാവം, സ്നേഹം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കുട്ടി.
അതൊന്നും ഒരിക്കൽ പോലും താനോ വനജയോ സംസാരിച്ചിട്ടില്ല. വീട്ടിൽ ആരെല്ലാം ഉണ്ടെന്ന് അറിയുന്നത് പോലും ഇവിടെ വന്നിട്ടാണ്. പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്ന് ക്യാപ്റ്റൻ വനജയുടെ അമ്മയെപ്പറ്റി പറഞ്ഞു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തലയ്ക്കകം പെരുത്തു കയറി. മദ്യം കഴിക്കേണ്ടിയിരുന്നില്ല. വനജയും ക്യാപ്റ്റനും എന്തു വിചാരിക്കുമെന്ന് കരുതി ഒരു കണക്കിനാണ് ഭക്ഷണം കഴിച്ചത്. ക്യാപ്റ്റനോട് ശുഭരാത്രി പറഞ്ഞ് വനജ കാട്ടിത്തുന്ന മുറിയിൽ കയറി കിടന്നു തലയ്ക്കകം പെരുക്കുകയാണ്. ബോധം പോവുകയോ? ശരീരം വിയർക്കുകയാണ്. വിയർപ്പിൽ നനഞ്ഞ് രാത്രിയിൽ എപ്പോഴോ അറിയാതെ മയങ്ങിക്കാണണം. എങ്ങും ഇരുട്ട് മാത്രം. കാച്ചെണ്ണയുടെയും പാലപ്പൂവിൻ്റെയും മണം. പണ്ട് അമ്മ പറഞ്ഞു തന്ന ഒറ്റമുലച്ചിയുടെ വരവാവുമോ? തെല്ല് പേടി തോന്നി. ശ്വാസം അമർത്തിക്കിടന്നു. ലൈറ്റ് ഇട്ടാലോ? അനങ്ങുവാൻ കഴിയുന്നില്ല. മരവിച്ചതുപോലെ. ചിലപ്പോൾ തോന്നലാവാം. ശ്വാസം വിടാതെ ഇങ്ങനെ കിടന്നാൽ മരിച്ചു പോവുമോ? ജാലകവാതിലിലൂടെ മെല്ലെ ഒരു കാറ്റ് വീശി. നിശബ്ദതയിൽ ഹൃദയമിടിപ്പുകളുടെ മുഴക്കം മാത്രം. അവൾ വരിഞ്ഞു മുറുകി. നെറുകയിലും ചുണ്ടിലും തെരുതെരെ ചുംബിച്ചു. കാച്ചെണ്ണയുടെയും പാലപ്പൂവിൻ്റെയും വിയർപ്പിൻ്റെയും മണങ്ങൾ ഒത്തുചേർന്ന് മത്തു പിടിപ്പിക്കുന്നു. ഞരമ്പുകൾക്ക് ഭ്രാന്ത് പിടിക്കുകയാണോ? ചാടി എഴുന്നേറ്റു. ഇരുട്ടിൽ വാതിൽപ്പാളികൾ എവിടെയാണെന്ന് തിട്ടപ്പെടുത്താനാവാതെ വിയർത്തു. മുരളി, മുരളി, കതക് തുറക്കൂ. പുറത്ത് വനജയുടെ കരിച്ചൊല്ലോളം എത്തുന്ന വിളി. പിറ്റേന്ന് ബസ് സ്റ്റോപ്പ് വരെ ഒന്നിച്ചു വന്ന വനജ മൗനിയായിരുന്നു. തനിക്കും അന്ന് ഒന്നും സംസാരിക്കാനില്ലായിരുന്നു. എന്തോ ഒരു അകൽച്ച. ബസ്സിൽ കയറാൻ നേരം അവൾ പറഞ്ഞു, നാളെ 4-ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം. ബസ്സിലിരിക്കുമ്പോഴും വനജയായിരുന്നു മനസ്സിൽ. പാവം കുട്ടി. താൻ വെറുതെ ആ കുട്ടിയെ വേദനിപ്പിക്കുന്നു, ആശിപ്പിക്കുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കും അറിയില്ല. ഏതായാലും കൽക്കത്ത വരെ ഒന്നിച്ചുണ്ടല്ലോ, തുറന്ന് സംസാരിക്കാൻ. ഇനിയെങ്കിലും തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ ആ കുട്ടിയെ നിരാശപ്പെടുത്തേണ്ടി വരും. അതുണ്ടാവരുത്. പക്ഷേ തനിക്കതിന് കഴിയുമോ? 3 നാൾ ട്രെയിനിലും 4 നാൾ സമ്മേളന നഗരിയിലും ഒന്നിച്ചുണ്ടായിരുന്നിട്ടും തനിക്കതിന് കഴിഞ്ഞോ? തിരികെ പോരുമ്പോൾ മറ്റു പലരും കൂടെ ഉണ്ടായിരുന്നു. സംസാരിക്കാനാകാതെ അതെങ്ങനെ മനസ്സിൽ കിടന്നു. കോളേജ് കഴിഞ്ഞ് വനജ വക്കീൽ പഠനത്തിനായി മദിരാശിക്ക് പോയി. വരുമ്പോൾ ഇടയ്ക്ക് കാണുമായിരുന്നു, വല്ലപ്പോഴും ടൗണിലെ ഓഫീസിൽ വെച്ച്. ഒരിക്കലും തുറന്നു സംസാരിച്ചില്ലെങ്കിലും പഠനത്തിന് ശേഷം വനജ മനസ്സിൽ നിറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടോ വനജയോട് തുറന്നു പറയാനാവുന്നില്ല. ഒരുപക്ഷെ തൻ്റെ ഒരു വാക്ക് കേൾക്കാനാവും അവൾ കാത്തിരിക്കുന്നത്. എന്താ ഇപ്പോഴും വനജ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നുണ്ടോ? ചോദിക്കണമെന്ന് പലകുറി വിചാരിച്ചു. തനിക്കതിന് കഴിയാത്തതെന്ത്? ഇന്നും തൻ്റെ കാര്യങ്ങളിൽ അവൾ ഏറെ ശ്രദ്ധിക്കുന്നു. വനജയും താനും തമ്മിൽ അടുപ്പത്തിലാണെന്നാണ് പൊതുവെയുള്ള സംസാരം. ഇതിനീ നീട്ടിക്കൊണ്ട് പോണോ? പ്രശാന്തൻ അങ്ങനെ പറഞ്ഞപ്പോൾ നോക്കിയിരിക്കാനേ കഴിഞ്ഞുള്ളൂ. അവർ കരുതുന്നത് പോലെ എന്തെങ്കിലും ബന്ധം വനജയുമായി തനിക്കുണ്ടോ? അവളുടെ വാചാലത, സംഘടനാ പാടവം, നിഷ്കളങ്കത ഇതൊക്കെ ഏറെ ആകർഷിച്ചിരുന്നു. സ്വയം അറിയാതെ മറ്റാരോടും ഇല്ലാത്തൊരടുപ്പം തനിക്ക് വനജയോടുണ്ടായിരുന്നു. ഏത് തിരക്കിനിടയിലും വനജയെ കാണാനും സംസാരിക്കുവാനും താൻ സമയം കണ്ടെത്തി. പ്രശാന്തൻ പറഞ്ഞതുപോലെ പറയാനാവാത്ത എന്തോ ഒരു പ്രത്യേക അടുപ്പം. പക്ഷേ ഇന്ന് ആരെയും നോവിക്കാതെ ഉൾവലിയാൻ ശ്രമിക്കുമ്പോഴും വനജ തൻ്റെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു. തൻ്റെ സമരങ്ങൾക്ക് പൂർണ്ണ പിന്തുണ തരുന്നു. പാർട്ടി കമ്മിറ്റികളിൽ തൻ്റെ നിലപാടുകളെ ന്യായീകരിക്കുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഒരു ചോദ്യചിഹ്നം പോലെ വനജ തന്നിൽ വളരുന്നത് ഒരു ഞെട്ടലോടെ മുരളി അറിഞ്ഞു. ശ്രീ രാജേന്ദ്ര പ്രസാദ് രചിച്ച ഒറ്റമുലച്ചി എന്ന നോവലിൻ്റെ 12ാമത്തെ അധ്യായമാണ് ഇപ്പോൾ കേട്ടത്. നോവൽ ഒറ്റമുലച്ചി, അധ്യായം 12. രചന ശ്രീ രാജേന്ദ്ര പ്രസാദ്.